കാശിയിൽ നിന്ന് തിരിച്ച് നമ്മൾ ഗംഗാജലം എടുക്കില്ല, വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭസ്മം എടുക്കില്ല. കാരണം ഒന്ന് ചിതാഭസ്മമാണ്, കാശിയിലെ എല്ലാ ഭസ്മവും ചിതാഭസ്മമാണ്. കാശിയുടെ മറ്റൊരു പേര് മഹാശ്മശാനം എന്നാണ്. ആ മരിക്കുന്ന ആളുടെ സമയത്ത്, മൃത്യു സമയത്ത് താരകമന്ത്രം ചെവിയിൽ ഉപദേശിക്കുന്നതാണ്. അത് മുക്തി കിട്ടുന്നതാണ്. ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്മശാനമായിട്ടുള്ള മണികർണിക, കാശി വിശ്വനാഥൻ്റെ നേരെ മുമ്പിലുള്ളത് ശക്തിപീഠമാണ്, ദേവിയുടെ ശക്തിപീഠമാണ്. ഘോരി എന്ന് പറയുന്നത് ശിവന്റെ ഭാവമാണ്. ശിവന്റെ 5 മുഖങ്ങളിൽ ഒന്നാണ് അഘോരം. അഘോരം, വാമദേവൻ, സദ്യാവജാതം, ഈശാനം, അങ്ങനെ 5 സൈന്യ ഒരു സംഗതിയിലായതുകൊണ്ട് ഒരു വാർക്രൈ എന്ന് പറയുന്നത് ഹർ ഹർ മഹാദേവാണ്. ഒരു വലിയ കൊടി കെട്ടിയിട്ട് അതിൻ്റെ അറ്റത്ത് ഒരു കളറുള്ള തുണി കെട്ടിയിട്ടുണ്ടാവും, ഒരു വലിയ കമ്പ് വെച്ചിട്ട്. ആ തുണി നോക്കിയിട്ടാണ് ഈ ഗ്രൂപ്പ് മുഴുവൻ നടക്കുന്നത്, കൂട്ടം തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഗംഗയിലൂടെ തലയില്ലാത്ത ജഡങ്ങൾ ഒഴുകി വരാറുണ്ട് എന്ന് ഒരുപാട് പേർ പറഞ്ഞു കേട്ടിട്ട് അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ഈ സ്വാമിമാരെ കുറിച്ച് അല്ലെങ്കിൽ സന്യാസിമാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ പിന്നീട് എനിക്ക് സംശയം തോന്നിയിട്ടുള്ള വിഷയമാണ് സമാധി എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് തരത്തിൽ ഇപ്പൊ ജീവസമാധി കേട്ടിട്ടുണ്ട്, ജലസമാധിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്താണ് ശരിക്കും പറഞ്ഞാൽ സമാധി? ഒരാളുടെ മരണത്തെയാണോ സമാധി എന്ന് വിളിക്കുന്നത്? സാമാന്യമായിട്ടുള്ള വ്യവഹാരത്തിൽ ശരീരം വിടുന്ന ഒരവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ സമമാകുന്ന നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പരിമിതികളും വിട്ട് വിശ്വപ്രകൃതിയുമായിട്ട് തുല്യമായി നമ്മുടെ മാറുന്ന ഒരു പ്രക്രിയയാണ് സമാധി. മഹാപുരുഷന്മാരായിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ജീവിതകാലത്ത് തന്നെ പലതവണ സമാധി അവസ്ഥകളെ പ്രാപിച്ചിട്ടുള്ള ആളുകളുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസരെ പോലുള്ള ആളുകളൊക്കെ. അതിൽ ഇപ്പം ജലസമാധി എന്ന് പറയുന്നത് സാമാന്യമായിട്ട് പറയുന്നത് നമ്മൾ ഭൂസമാധി. ഇപ്പോൾ ഭൂമിയിൽക്കകത്ത് ശരീരം വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാണൻ വിട്ട സന്യാസിയുടെ ശരീരത്തെ ഭൂസമാധി ഇരിക്കുന്നത് പോലെ ഗംഗയിൽ, അത് അധികവും ഹരിദ്വാറിലാണ്. ഹരിദ്വാറിൽ നീൽധാര എന്ന് പറയുന്നത് 10 നമ്പർ ഘാട്ട് എന്ന് പറയുന്ന 2 സ്ഥലങ്ങളുണ്ട്. ആ 2 സ്ഥലങ്ങളും സന്യാസിമാരുടെ സമാധി സ്ഥലങ്ങളാണ്. അവിടെ നമ്മൾ മണ്ണിൽ സമാധി ഇരുത്തുന്നത് പോലെ തന്നെ ഗംഗയിൽ കല്ലൊക്കെ കെട്ടി സമാധിയായിട്ടിരുത്തും. അതാണ് ജലസമാധി എന്ന് പൊതുവിൽ പറയുന്ന ഒരു ഇത്. എന്തുകൊണ്ടാണ് അപൂർവമായിട്ട് ചില ആളുകൾ ജലത്തിലേക്ക് ഇറങ്ങി ശരീരം വിടുന്ന ആളുകളുണ്ട്. അവർ തന്നെ ഇറങ്ങിപ്പോയി പ്രാണനെ ശരീരത്തിൽ നിന്ന് വിടുവിപ്പിച്ച് ശരീരം വിടുന്ന ആളുകളുണ്ട് അപൂർവമായിട്ട്. ഈ ശരീരങ്ങൾ നമ്മൾ ജലത്തിലേക്ക് ഒഴുക്കുമ്പോൾ നമ്മൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? സമാധി പോലെ നമ്മൾ സമാധി ഇരുത്തുക പൊതുവിൽ പത്മാസനത്തിൽ ഇരുത്തിയിട്ടാണ്. അദ്ദേഹത്തെ പത്മാസനത്തിൽ ഇരുത്തി, ഇപ്പം നദിയിലായതുകൊണ്ട് പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ട് കല്ലുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കെട്ടി ഇരുത്തുകയാണ് ചെയ്യുക. എന്തുകൊണ്ടാണ് ഈ പത്മാസനത്തിൽ ഇരുന്നു കൊണ്ട് സമാധിയാകണം? അത് ഒരു യോഗ പൊസിഷനാണ്, സന്യാസിമാരുടെ യോഗ പൊസിഷനാണ്. അതുകൊണ്ട് പത്മാസനത്തിൽ ഇരുന്നിട്ടാണ് സമാധികളാകുന്നത്. ഈ ഗംഗയിലൂടെ തലയില്ലാത്ത ജഡങ്ങൾ ഒഴുകി വരാറുണ്ട് എന്ന് ഒരുപാട് പേർ പറഞ്ഞു കേട്ടിട്ട് അത് എന്തുകൊണ്ടാണെന്ന് അറിയാം? അല്ല, അത് ഏതെങ്കിലും അപകടങ്ങളോ കാര്യങ്ങളോ ഒക്കെ സംഭവിക്കുന്നുണ്ടായിരിക്കാം. അല്ലാതെ അതിന് പിന്നിലൊരു ആചാരമോ? അല്ലല്ല, ആചാരമൊന്നുമില്ല. പഴയ കാലത്ത് സാധാരണ ആളുകളും ഗംഗയിൽ ശരീരത്തെ ഉപേക്ഷിച്ചിരുന്നു പഴയ കാലത്ത്. ഇന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇന്നിപ്പോ കൂടുതലും ഈ സന്യാസി വര്യന്മാരുടെ ശരീരം, അവരുടെ സമാധിയാണ്. അത് ഹരിദ്വാറിലാണ് ഇപ്പോഴും ഉള്ളത്. നമ്മുടെ നീൽധാരയിലും 10 നമ്പർ ഘാട്ടിലുമാണ് പ്രധാനമായിട്ടും ഉള്ളത് ജലസമാധി ഇരുത്തുന്നത്. നമ്മളിപ്പോ ഈ തിരിച്ച് കുംഭമേളയിലേക്ക് വരികയാണ്. നമ്മൾ ശബരിമലയിലേക്ക് പോകുമ്പോൾ 45 ദിവസത്തെ വ്രതം എടുത്തിട്ടാണ് ശബരിമലയിലേക്ക് പോകുന്നത്. അപ്പോൾ കുംഭമേളയ്ക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ആചാര അനുഷ്ഠാനങ്ങൾ നമ്മൾ സാധാരണക്കാർ എന്ന നിലയ്ക്ക് കുംഭമേളയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ വ്രതമൊന്നുമില്ല. പക്ഷെ കുംഭമേള കാലത്ത്, അത് എല്ലാ വർഷവും നടക്കുന്നതാണ്, ഈ പ്രയാഗ്രാജിൽ കൽപ്പവാസം എന്ന് പറയുന്ന ഒരു വ്രതമുണ്ട്. അതായത് പൗഷ പൗർണിമ തൊട്ട് മാഘപൗർണിമ വരെയുള്ള ഒരു സമയത്ത് 41 ദിവസം, കുറച്ചുകൂടി നീണ്ട് ശിവരാത്രി വരെയുള്ള സമയത്ത് ഇവിടെ ഗൃഹസ്ഥരായിട്ടുള്ള ആളുകൾ അവർ ഇവിടെ ടെൻറ്റ് കെട്ടി മറ്റെല്ലാ കർമ്മവ്യവഹാരങ്ങളിൽ നിന്നും മാറി നിന്ന് ദേവതാ വിചാരവും ആധ്യാത്മിക പ്രവൃത്തികളും മാത്രമായി കഴിയും. ചിലർ ഗംഗയിലെ വെള്ളം മാത്രം കുടിച്ച് ഗംഗാസ്നാനം ചെയ്ത് ഒരു നേരം ഭക്ഷണം കഴിച്ച് അങ്ങനെ പലതരത്തിലുള്ള വ്രതങ്ങൾ സ്വീകരിച്ച് അല്ലെങ്കിൽ ഫലങ്ങൾ മാത്രം കഴിച്ച് ഗ്രന്ഥപാരായണം, പൂജകൾ, കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയും. അത് കൽപ്പവാസം ചെയ്യാന്ന് പറയും. കൽപ്പവാസം ചെയ്യുന്നത് ബ്രഹ്മാവിൻ്റെ ഒരു കൽപ്പം തപസ് ചെയ്താലുള്ള ഫലം ഈ കൽപ്പവാസം ചെയ്താൽ കിട്ടുന്നുള്ളതാണ്. അത് ഗൃഹസ്ഥർ ഗംഗാതീരത്ത് വ്യത്യസ്തമായിട്ട് ചെയ്യുന്നതാണ്. കുംഭമേളയുടെ ഭാഗം എന്നുള്ള നിലയ്ക്കല്ല, എല്ലാ വർഷവും നടക്കുന്നതാണ് കൽപ്പവാസം. കുംഭമേളയ്ക്ക് വേണ്ടിയിട്ട് വരാൻ പ്രത്യേകിച്ച് വ്രതമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഏത് ആധ്യാത്മിക പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള നിങ്ങളുടെ പരമ്പരയും നിങ്ങളുടെ വാസനകളൊക്കെ അനുസരിച്ചിട്ടുള്ള വ്രതങ്ങൾ ശീലിക്കുന്നത് അതിനെ കുറച്ചുകൂടി നിങ്ങളുടെ സാധനയെ ബലവത്തുള്ള അതാക്കും. ഈ കുംഭമേളയ്ക്ക് വന്നിട്ട് തിരികെ പോകാത്ത ഒരുപാട് പേരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പിന്നീട് തിരികെ നാട്ടിലേക്ക് എത്താത്ത ഒരുപാട് പേർ.
അവർ ഇത്തരത്തിലുള്ള അഘാടകൾക്കൊപ്പം നിൽക്കുന്നതായിരിക്കുമോ, അതോ അവിടെ വന്ന് ജീവൻ വെടിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരില്ലേ? കുംഭമേളയിൽ വന്ന് ജീവൻ വെടിയണം എന്നാഗ്രഹിക്കുന്ന ആളുകളില്ല. പക്ഷെ അവർ ചിലപ്പോൾ ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള ഈ ഗ്രഹങ്ങളുടെ ഒരവസ്ഥ കൊണ്ടും മറ്റുള്ളത് കൊണ്ടും ഒക്കെ പൊതുവിൽ ആ ആധ്യാത്മികമായിട്ടുള്ള അത്തരത്തിലുള്ള ചോദനകളെ ഉണർത്തുന്ന ഒരു സമയമാണിത്. അതിന് പറ്റുന്ന ഒരു അന്തരീക്ഷമാണിത്. നിരവധി സന്യാസി മഹാത്മാക്കളുടെ ഒരു തപസ് ഒരുമിച്ച് ചേരുന്ന ഒരു സ്ഥലമാണിത്. ആ സമയത്ത് ലോകത്തിനോടൊരു വിരക്തി ഉണ്ടാവുകയും അവരിപ്പോൾ അഘാടകളിൽ വരണമെന്നില്ല, അവരുടേതായിട്ടുള്ള ഇതിൽ പിന്നെ തിരിച്ചു വരാത്ത വിധത്തിൽ പോകുകയും ചെയ്യാം. പിന്നെ ഈ വലിയ ആൾക്കൂട്ടത്തിൽ പഴയ കാലത്ത് ഇപ്പം മൊബൈലോ മറ്റുള്ള കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ലാത്ത പഴയ കാലത്ത് വഴി തെറ്റിപ്പോകുന്ന ആളുകളുണ്ട്. അപ്പം അവർക്ക് അങ്ങനെ ഇപ്പം പണ്ടൊക്കെ നമ്മളൊക്കെ 2001 കുംഭമേളയ്ക്കൊക്കെ പോകുമ്പോൾ ഇപ്പോഴും ഉണ്ട്. അതായത് ഒരു ഗ്രാമത്തിൽ നിന്നൊരു വലിയ കൂട്ടമായിട്ടായിരിക്കും വരുന്നത്, ഒരു 50 പേരുടെ. അപ്പം അതിൽ അത്യാവശ്യം കുറച്ച് ഒരു വിവരമൊക്കെ അറിവോ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടാവും. അവരാണത് നയിക്കുക. അപ്പോൾ ഒരു വലിയ കൊടി കെട്ടിയിട്ട് അതിൻ്റെ അറ്റത്ത് ഒരു കളറുള്ള തുണി കെട്ടിയിട്ടുണ്ടാവും, ഒരു വലിയ കമ്പ് വെച്ചിട്ട്. ആ തുണി നോക്കിയിട്ടാണ് ഈ ഗ്രൂപ്പ് മുഴുവൻ നടക്കുന്നത്, കൂട്ടം തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ വരുന്നതിൻ്റെ ഇടയിൽ കൂട്ടം തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇവർക്ക് തിരിച്ചെങ്ങനെ ഇവരുടെ ഗ്രാമത്തിലെത്തണം എന്നൊന്നും അറിയാത്ത ഒരുപാട് ആളുകളുണ്ടാവും. അപ്പം അങ്ങനെ പോകുന്ന ആളുകളുണ്ട്. ഈ ശിവനെ ആരാധിക്കുന്നവരാണോ ഈ കൂടുതലും ഇത്തരത്തിൽ നാഗസന്യാസിമാരാകുന്നത്? ഇപ്പൊ വൈഷ്ണവർ ഉണ്ടെന്ന് അങ്ങ് പറഞ്ഞു, പക്ഷെ ശിവനൊരു ഡൊമിനൻസ് അവിടെ ഇല്ലേ? അല്ല, ഈ ശങ്കര ദശനാമി അഖാഡകളുടെ ഒരു പ്രധാനപ്പെട്ട, നമ്മളിപ്പോൾ സൈന്യ ഒരു സംഗതിയിലായതുകൊണ്ട് ഒരു വാർക്രൈ എന്ന് പറയുന്നത് ഹർ ഹർ മഹാദേവാണ്. അത് ഈ ദശനാമി അഖാഡകളിൽ പ്രധാനമായിട്ടും ശിവനെയാണ് ഒരു പ്രധാന സ്വരൂപമായിട്ട് ആരാധിക്കുന്നത്. പക്ഷേ ദേവതകൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ അജൂന അഖാഡയുടെ ദത്താത്രേയനാണ്, നിരഞ്ജനി അഖാഡയുടെ കാർത്തികേയ സ്വാമിയാണ്, മാനിർവാണി അഖാഡയുടെ കപിലമുനിയാണ്. അങ്ങനെ അതിനനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. സൂര്യൻ ദേവതയായിട്ടുണ്ട്. അപ്പം അങ്ങനെ പല അഖാഡകളുടെ പല ദേവതകളാണ്. പക്ഷെ അതിൽ പ്രധാനമായിട്ടും ശിവസങ്കല്പത്തിനോടാണ് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് ഈ സന്യാസി അഖാഡകൾ. വൈഷ്ണവ അഖാഡകൾ പൂർണ്ണമായിട്ടും വിഷ്ണുവിനെ ആരാധിക്കുന്നവരാണ്. അതെ അതെ. ഈ അഘോരികൾ കൂടുതലും ശിവഭക്തരാണെന്ന് കേട്ടു. അല്ല, അഘോരി എന്ന് പറയുന്നത് ശിവന്റെ ഭാവമാണ്. ശിവന്റെ 5 മുഖങ്ങളിൽ ഒന്നാണ് അഘോരി. അഘോരം, വാമദേവം, സദ്യാവജാതം, ഈശാനം, അങ്ങനെ 5 മുഖങ്ങളാണ് ശിവനുള്ളത്. അതിൽ ഒരു മുഖമാണ് അഘോരം. ആ ഭാവത്തെ ഉപാസിക്കുന്നവരെയാണ് അഘോരി എന്ന് പറയുന്നത്. ഈ വൈഷ്ണവാരാധന നടത്തുന്ന ആരും ഈ ശ്മശാന സാധന പോലെയുള്ള കാര്യങ്ങൾ, നരസിംഹത്തിന്റെ ചില ഭാവങ്ങളിൽ ശ്മശാന സാധനയുണ്ട്. നമ്മൾ ശ്മശാനത്തിൽ വസിക്കുന്ന ദേവനായി പറയുന്നത് ശിവനെയാണല്ലോ. ശിവൻ മാത്രമല്ല, ശിവനുണ്ട്, ഭൈരവനുണ്ട്, ധൂമാവതിയുണ്ട്, ദേവി എന്നുള്ള നിലയ്ക്ക് ശ്മശാന കാളിയുണ്ട്. അങ്ങനെ ഒരുപാട് ദേവതകളുണ്ട്. ഇപ്പോൾ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്മശാനമായിട്ടുള്ള മണികർണിക, കാശി വിശ്വനാഥന്റെ നേരെ മുമ്പിലുള്ളത് ശക്തിപീഠമാണ്, ദേവിയുടെ ശക്തിപീഠമാണ് ഉള്ളത്. മണിബന്ധം, ദേവിയുടെ മണിബന്ധം വീണ സ്ഥലമാണ് മണികർണിക. പിന്നെ താരാപീഠമാണ് ബംഗാളിലെ ശക്തിപീഠം, ദേവി താരയുടെ സ്ഥലമാണ്. പണ്ട് കാലത്ത് നമ്മൾ നാട്ടിലൊക്കെ, ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ മുത്തശ്ശൻ, അമ്മാവൻ, വലിയൊരു അമ്മാവനാണ്, അദ്ദേഹമൊക്കെ കാശിയിൽ പോയിട്ടാണ് മരിച്ചിരിക്കുന്നത്. കാരണം ജീവിതത്തിൽ ഒരു വലിയ ഭാഗം തീർന്നു എന്ന് തോന്നുമ്പോൾ കാശിയിലേക്ക് പോവുക. ഇന്നും അതിൽ വിശ്വസിക്കുന്ന കുറച്ചു പേരെങ്കിലും ഉണ്ടെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് കാശിയിലെത്തി മരിക്കുമ്പോൾ കുറച്ചുകൂടി പുണ്യമായി അത് മാറുന്നത്? അത് കാശി, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കാശിയിൽ ചെന്നാൽ ഒരു തിരിച്ചുവരവില്ല എന്ന് പൊതുവിൽ ഇപ്പോഴും ഉള്ളൊരിതുണ്ട്. കാശി വന്നാൽ തിരിച്ചു വരില്ല എന്ന് പറയുന്നത്. പഴയ കാലത്ത് അത് കേരളത്തിൽ നിന്നൊക്കെ യാത്രയുടെ ഒരു ഇത് കൂടിയാണ്. കാരണം ഇന്നത്തെ പോലെ വഴി അറിയില്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സഞ്ചരിക്കാൻ 10-20 ദിവസമൊക്കെ വേണ്ടി വന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ കാശിയിലേക്ക് പോവുകയാണ്. പിന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വരാൻ ഒരു ജീവിതകാലത്ത് പറ്റിക്കൊള്ളുന്നില്ല. ദിശ അറിയില്ല, വിക്കറിയില്ല, ആരോടാ എങ്ങോട്ടാ പോകാനുള്ള വഴി ചോദിക്കുക, അവർക്കും അറിയില്ല. അപ്പം അങ്ങനെ തിരിച്ചു വന്നുകൊള്ളുന്നില്ല, കാശിയിൽ എത്തിക്കൊള്ളുന്നു പോലുമില്ല. അപ്പോൾ ആ ഒരു കാലത്ത് അങ്ങനെ ഒരു ഇതുണ്ട്. രണ്ടാമത്, കാശിയിൽ മരിക്കുന്ന സമയത്ത് ഭഗവാൻ ആ മരിക്കുന്ന ആളുടെ സമയത്ത്, മൃത്യു സമയത്ത് താരകമന്ത്രം ചെവിയിൽ ഉപദേശിക്കുന്നതാണ്. അത് മുക്തി കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കാശിയിൽ വന്ന് മരിക്കുക എന്ന് പറയുന്നൊരിതുണ്ട്. അതുകൊണ്ട് കാശിയിൽ നിന്ന് ഗംഗാജലം കൊണ്ടുവരാറില്ല, കാശിയിൽ നിന്ന് ഭസ്മവും കൊണ്ടുവരാറില്ല. നമ്മളിപ്പോൾ കാശിയിൽ നിന്ന് തിരിച്ച് നമ്മൾ ഗംഗാജലം എടുക്കില്ല, വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭസ്മം എടുക്കില്ല. കാരണം ഒന്ന് ചിതാഭസ്മമാണ്. കാശിയിലെ എല്ലാ ഭസ്മവും ചിതാഭസ്മമാണ്. കാശിയുടെ മറ്റൊരു പേര് മഹാശ്മശാനം എന്നാണ്. നമ്മുടെ പേര്, കാശിയുടെ ഒരു പേരാണ് ആനന്ദവനം എന്നുള്ളത്. മഹാശ്മശാനമാണ് ആനന്ദവനം. ഏറ്റവും വലിയ ആനന്ദം ശ്മശാനമാണ്. അതുകൊണ്ടാണ് ആ ഒരു പേര്. അപ്പം നമുക്ക് ദീക്ഷയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പേരാണ്. ഞാനത് സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ആ ശ്മശാനത്തിലെ ഭസ്മമാണ് എന്നുള്ളത് കൊണ്ട് അത് വീട്ടിലേക്ക് കൊണ്ടുവരില്ല.
ഒഴുക്കുന്ന പിതൃക്കിന് വേണ്ടി ഒഴുക്കുന്ന ജലമാണെന്നുള്ളത് കൊണ്ട് ഗംഗാജലവും കൊണ്ടുവരില്ല. ഈ ചിതാഭസ്മങ്ങൾ ഒഴുക്കുന്ന സ്ഥലം കൂടുതലും കാശി തന്നെയല്ലേ?